അരിപ്പൻ കുന്നിലെ അയിരുമടകളെക്കുറിച്ച് കൂടുതൽ പഠനത്തിനായി MSc മൈക്രോബയോളജി വിദ്യാർത്ഥി അശ്വതി അരിപ്പൻ കുന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. കൂടെ പ്രദേശവാസികളായ ബാപ്പു ഭാരതീയനും അലവിയും പിന്നെ ഞാനുമുണ്ട്. സ്ഥലത്തെത്തി ആദ്യത്തെ അയിരുമടയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ല ആഴത്തിലുള്ള ഗുഹയാണ്. മണ്ണിനടിയിൽ ഒരു ടണൽ പോലെ നീണ്ടുകിടക്കുകയാണ് ഈ മടകൾ. ഓരോന്നിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുങ്ങിയ ഗുഹയിൽ ഇരുന്നു കൊണ്ട് അശ്വതി മണ്ണും പായലുകളും ശേഖരിക്കുകയാണ്. ഇവ പ്രത്യേകം സജ്ജമാക്കിയ പാത്രങ്ങളിലും കവറുകളിലും ശേഖരിച്ചു. ഈ അയിരുമടകളെക്കുറിച്ച് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയും പത്രവാർത്തകളുമാണ് അരിപ്പൻ കുന്നിനെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ഒന്നാമത്തെ ഗുഹയിൽ നിന്നും ഞങ്ങൾ കയറി. പിന്നീട് ഞങ്ങൾ രണ്ടാമത്തെ ഗുഹയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. ഇത് അല്പം ചെരിവുള്ളതായതുകൊണ്ട് ഇറങ്ങാൻ വലിയ പ്രയാസമില്ല. ഇവിടുത്തെ ഗുഹാമുഖങ്ങൾ ചിലത് നേരെ താഴോട്ടുള്ളതും മറ്റു ചിലവ ചെരിഞ്ഞുള്ളവയുമാണ്. അശ്വതിയും ഗുഹയിലേക്ക് ഇറങ്ങി. എന്നാൽ ഗുഹയ്ക്കകത്തുള്ള കാഴ്ച അതിഭീകരമായിരുന്നു. വവ്വാലുകൾ തലയ്ക്ക് ചുറ്റും പാറിക്കളിക്കാൻ തുടങ്ങി. അവ ഗുഹയിലെ ഇടുങ്ങിയ വഴികളിലൂടെ മറ്റു മടകളിലേക്ക് മടങ്ങി. വവ്വാലുകൾക്ക് പുറമെ കുഞ്ഞൻ തവളകളും കൂറ്റൻ ചിലന്തികളും ഞങ്ങളെ സ്വീകരിച്ചു. അശ്വതി ധൈര്യസമേതം തന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ശേഖരിച്ച വസ്തുക്കൾ പ്രത്യേകം കവറുകളിൽ സൂക്ഷിച്ചു. ഗുഹയുടെ തറയിൽ നിന്ന് 2 അടി താഴ്ചയിലുള്ള മണ്ണ് ശേഖരിച്ചു. ഇത്തരത്തിലുള്ള 3ഓളം ഗുഹകളിൽ ഞങ്ങൾ ഇറങ്ങി. അശ്വതിയുടെ വരവിന്റെ ഉദ്ദേശം അശ്വതി തന്നെ പറയട്ടെ. എൻ്റെ പേര് അശ്വതി. ഞാൻ BK കോളേജ് അമ്പലഗിരി കോട്ടയം MSc സെക്കൻഡ് ഇയർ ഫുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പ്രോജക്റ്റ് ആവശ്യത്തിന് ഞാൻ കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്യാൻ വന്നതാണ്. അതായത് മാഷ് ഇവിടെ പുതിയ കേവ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ അൺനോൺ ഓർഗാനിസത്തിന് നമുക്ക് കിട്ടുമോയെന്ന് അറിയില്ല. അപ്പോൾ സാമ്പിൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. സോയിൽ സാമ്പിളും പിന്നെ അഗാർ പ്ലേറ്റ്, ന്യൂട്രിയൻ്റ് അഗാർ പ്ലേറ്റ്, SDS അഗാർ പ്ലേറ്റ് എന്ന് പറയുന്ന 2 ടൈപ്പ് പ്ലേറ്റും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ 3 കേവിൽ പോയിട്ട് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് 3 റീജിയനിൽ എടുത്തുകൊണ്ട് തന്നെ സോയിലിന് കളർ ഡിഫറൻസും ഉണ്ട്. ഓക്കെ, ഇത് SDS അഗാർ പ്ലേറ്റ് ആണ്. ഇത് ന്യൂട്രിയൻ്റ് അഗാർ പ്ലേറ്റ്. ഇതിൽ 2 സ്പോട്ടിൽ നിന്ന് ഓർഗാനിസത്തിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 സോളിഡ് ആയിട്ടുള്ള 2 സാമ്പിൾസ് ആണ്. എങ്ങനെ പറഞ്ഞാൽ കേവിൻ്റെ ഉപരിതലത്തിൽ തങ്ങി നിൽക്കുന്ന ഫംഗൽ പാർട്ടിക്കിൾസിനെ കളക്ട് ചെയ്ത്, ഇതൊരു യെല്ലോ കളേർഡ് കോളനി ആയിട്ടുള്ള ഫംഗൽ കൾച്ചർ അല്ല, ഫംഗസ് ആണ്. ഇത് ഇച്ചിരി വൈറ്റ് കളേർഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഒരു ഫംഗൽ ഗ്രോത്ത് ആണ്. എന്താണെന്ന് നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റൂ. ബാപ്പു ഭാരതീയനോടും അലവിയോടും നന്ദി പറഞ്ഞ് ഞങ്ങൾ കുന്നിറങ്ങി.